നിങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണോ അതോ അടിമപ്പണി എടുത്തുകൊണ്ടിരിക്കുകയാണോ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന മൊമെൻ്റ് മുതൽ നിങ്ങളുടെ ജീവിതം ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. എൻ്റെ ജീവിതം ചേഞ്ച് ആവുന്നത് ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരത്തിലേക്ക് ഞാൻ എത്തി തുടങ്ങുന്നതിന് ശേഷമാണ്. അപ്പോൾ ആ ഒരു ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തിക്കുക, അല്ലെങ്കിൽ ആ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചിന്തകൾ തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കോൺസെപ്റ്റ് മുഴുവൻ മാറ്റിമറിക്കാൻ പറ്റുന്നൊരു പുസ്തകം ഞാൻ പരിചയപ്പെടുത്തുകയാണ്, സൈക്കോളജി ഓഫ് മണി. ഈ പുസ്തകം ഇപ്പോൾ ട്രെൻഡിങ് ആവാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അരവിന്ദ് സ്വാമി അദ്ദേഹം ഈ പുസ്തകം സജസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, അതിനുശേഷം ഒരു റേഡിയോ ജോക്കിയോട് സംസാരിച്ച സമയത്തും ഈ പുസ്തകം അദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പണത്തെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച്, ആർത്തിയെക്കുറിച്ച് ഒക്കെ സംസാരിച്ച് പോകുന്നൊരു പുസ്തകമാണ്. 242 പേജാണ്. ഈ പുസ്തകം മുഴുവൻ ഒറ്റയിരിപ്പിന് വായിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ പുസ്തക സമ്മറി കുക്കു FM-ൽ അവൈലബിൾ ആണ്. നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ വായിച്ചു തരാണ്. ചുമ്മാ ഹെഡ്ഫോൺ വെച്ചിരുന്നാൽ മതി, പുസ്തകത്തിൻ്റെ ഒരു സംഗ്രഹം എന്താണെന്നുള്ളത് നമുക്ക് കിട്ടും. ഇത് മാത്രമല്ല, അനവധി പുസ്തകങ്ങളും പുസ്തക സംഗ്രഹങ്ങളും അവൈലബിൾ ആയ ഇന്ത്യയിലെ ലീഡിംഗ് പ്ലാറ്റ്ഫോമാണ് കുക്കു FM. അവരുടെ പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം 7 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് തരികയാണ്. എന്ന് വെച്ചാൽ ഈ പുസ്തകം അടക്കം നമുക്ക് ഫ്രീ ആയിട്ട് അവരുടെ ആപ്പിൻ്റെ പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം എൻജോയ് ചെയ്തുകൊണ്ട് ആസ്വദിക്കാം. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക, ദി സൈക്കോളജി ഓഫ് മണി എന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ ഈ പുസ്തകമടക്കം നിരവധി ഓഡിയോ കോണ്ടന്റ് എൻജോയ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായും സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ തോന്നും. അങ്ങനെ തോന്നുമ്പോൾ ഉണ്ണി50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 50% ഡിസ്കൗണ്ട് അവരുടെ സബ്സ്ക്രിപ്ഷൻ നിരക്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. സോ കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ, നന്നായി നേരം കളയൂ, മേക്ക് എവറി മിനിറ്റ് മാറ്റർ. നമ്മൾ മലയാളികൾക്ക് ബാക്കിയുള്ളവർ പണിയെടുത്ത് കാണാൻ വലിയ ഇഷ്ടമാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് ഇഷ്ടം തോന്നാത്ത ആളുകൾ പ്രധാനമായും ഇടുന്ന ഒരു കമൻറ്റാണ് വല്ല പണിയെടുത്ത് ജീവിക്കൂ എന്നുള്ളത്. അല്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോടാ എന്ന് പറയാറുണ്ട്, കൂലിപ്പണിയെടുത്ത് ജീവിക്കൂ എന്ന് പറയാറുണ്ട്. ഞാനൊരു സ്ഥാപനത്തിന് വേണ്ടി ഏകദേശം 12 വർഷത്തോളം ചെയ്ത അതേ ജോലി തന്നെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാനിപ്പോൾ ഇരുന്ന് ചെയ്യുന്നത്. ആ ജോലി അവിടെ ചെയ്തപ്പോൾ എനിക്ക് ശമ്പളം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇവിടെയും എനിക്ക് അതിൻ്റേതായിട്ടുള്ള വരുമാനമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകളുടെ പ്രശ്നം എന്താ അറിയോ? ഒരു കമ്പനി പോയിരുന്ന് ജോലി ചെയ്യണം, അല്ലെങ്കിൽ ദേഹം അധ്വാനിച്ച് അവർ കാണുന്നത് പോലെ ഉള്ളൊരു ജോലി നമ്മൾ ചെയ്യണം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോലികളൊന്നും അംഗീകരിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്താണെന്നറിയോ? ഈ പണി എന്ന് പറയുന്ന വാക്കില്ലേ, അതിനെ നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ പ്രശ്നമാണ്. വേറൊരാളുടെ കീഴിൽ വേറൊരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുത്തതിന് ശേഷം അതിന് കിട്ടുന്ന വരുമാനത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന് മാത്രമാണ് നമ്മൾ പണിക്ക് പോവുക എന്ന് പറയുന്നത്. സ്വന്തമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ഒരാൾ കുറച്ച് കാശുണ്ടാക്കുന്നു, അല്ലെങ്കിൽ അയാൾ ലൈഫിൽ സക്സസ് ആവാൻ പോകുന്നു, ഏത് രീതിയിലാണെങ്കിലും, ടൈം ഫ്രീഡം ആയിരിക്കാം, ചിലപ്പോൾ മണി ഫ്രീഡം ആയിരിക്കാം, അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും അയാൾ സക്സസ് എന്ന് സ്വയം വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് പണിയായിട്ട് അംഗീകരിക്കാൻ വലിയ പാടാണ്. വല്ല പണിക്കും പോടാ എന്ന് പറഞ്ഞ കമൻറ്റുമായി അവരവിടെയും വരും. ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഞാനൊരു കമ്പനിയിൽ ഇരുന്നാണ് ചെയ്യുന്നതെങ്കിൽ കമ്പനിക്ക് കേൾക്കേണ്ടിയിരുന്ന ചീത്തപ്പേരടക്കം, അതായത് ഒരു സ്ഥാപനത്തിൽ ഒരു 10-200 പേര് ഇതുപോലെ ഇരുന്ന് വീഡിയോസ് ആണെങ്കിലും മറ്റ് കോണ്ടന്റ് ആണെങ്കിലും ഡെവലപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കമ്പനി കേൾക്കേണ്ടി വരുന്ന മുഴുവൻ തെറിയും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കേൾക്കേണ്ടി വരും എന്നൊരു ഡിഫറൻസ് മാത്രമേ ഇവിടെയുള്ളൂ. സ്വന്തമായി ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല, മലയാളിക്ക് സഹിക്കൂല. എനിവേ, പണികളെക്കുറിച്ചുള്ള കുറച്ച് ചിന്തകൾ മാറണം എന്നെനിക്ക് തോന്നുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ലോകത്ത് രണ്ട് തരം പണികളേ ഉള്ളൂ. അതിൽ രണ്ടാമത്തെ തരം പണിയാണ് മലയാളി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ കമൻറ്റുകളുടെ ഒക്കെ കാരണവും ആ ഒരു തോന്നൽ തന്നെയാണ്. ഒന്നാമത്തെ പണി എന്താണെന്നറിയോ? എനിക്ക് ജീവിക്കാൻ പണത്തിൻ്റെ ആവശ്യമുണ്ട്. അവർക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ എന്നെപ്പോലെ ജോലി ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഞാൻ എക്സ്പേർട്ടായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുന്ന ഒരാളെ ആവശ്യമുണ്ട്. സോ ഞാൻ പോയി ആ ജോലി ചെയ്തു കൊടുക്കുന്നു. അതിന് അവരുടെ കയ്യിൽ നിന്ന് കൃത്യമായി കണക്ക് പറഞ്ഞ് പണം വാങ്ങുന്നു, തിരിച്ചു വരുന്നു. അതിനൊരു പണിയായിട്ട് കാണാം, അതൊരു ജോലിയാണ്. രണ്ടാമത്തെ എന്താണെന്നറിയാം? ഞാൻ എൻ്റെ ജീവിതവും ആയുസ്സും സന്തോഷവും സമാധാനവും ഒക്കെ പണയം വെച്ച് ഒരാളുടെ അടുത്ത്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അവിടെ അടിമപ്പണി ചെയ്യുകയാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള ഇഷ്ടക്കേടുകൾ പ്രകടിപ്പിക്കാൻ പറ്റില്ല. ജോലിക്ക് കയറണമെങ്കിലും കളഞ്ഞിട്ട് പോകാനാണെങ്കിലും ഒരു 100,000 കണ്ടീഷൻസ് ഉണ്ടാവും. അങ്ങനെ എന്നെ അടിമയെ പോലെ പണിയെടുപ്പിക്കുന്ന രീതി. നിങ്ങൾ എങ്ങനെയാണ് ഒരു ജോലിയെ നോക്കി കണ്ടിട്ടുള്ളത്? രണ്ടാമത് പറഞ്ഞ രീതിയിലാണോ, ആദ്യം പറഞ്ഞ രീതിയിലാണോ? അതിന് സിമ്പിളായിട്ടുള്ള ചെറിയ ചില ചോദ്യങ്ങൾ സ്വന്തമായിട്ട് ചോദിച്ചാൽ മതി. നിങ്ങൾ ഹാപ്പിയാണോ? നിങ്ങളുടെ ജോലി സമയം എന്ന് പറഞ്ഞിരിക്കുന്ന സമയം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഇടയിലേക്ക് പോകുമ്പോൾ, പോട്ടെ, ഏകാന്തതയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ? സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തും അല്ലാത്തിടത്തും നിങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകളോട് സൗഹൃദം എന്ന രീതിയിൽ നമ്മൾ പെരുമാറുന്ന ആളുകളോട് ശരിക്കും നിങ്ങൾക്ക് സൗഹൃദമുണ്ടോ? ജസ്റ്റ് ഒന്ന് സ്വയം ആലോചിച്ച് നോക്കൂ. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ഈ ജോലി ഒരു വലിയ ചർച്ചയായിട്ട് മാറിയത്, ജോലി ഭാരം കാരണം ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായി. അതിനെ തുടർന്ന് അന്വേഷണം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ അവർ ചെയ്ത ജോലിയും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കണ്ടു.
എനിക്ക് തോന്നി ഞാൻ കടന്നു പോയിട്ടുള്ള ചില കാര്യങ്ങൾ ഒരുപക്ഷെ എൻ്റെ യങ്ങർ സെൽഫിനോടാണെങ്കിൽ ഞാൻ പറയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അത് നിങ്ങളോട് പങ്കുവയ്ക്കാം എന്നുള്ളത്. ഞാൻ ഒന്നിലധികം മേഖലകളിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഒന്നിലധികം തസ്തികകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ ജോലി ചെയ്യൽ പരിപാടി ആദ്യമായിട്ട് ആരംഭിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൽ ക്യാഷ് ചെയ്യുക, അതുപോലെ തന്നെ സാധനങ്ങൾ ലോഡ് ചെയ്യുക, ഇറക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. അതൊരു പാർട്ട് ടൈം വർക്കായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ നിബന്ധന എന്ന് പറയുന്നത് കൃത്യസമയത്ത് എത്തണം, കൃത്യസമയത്ത് ആ ജോലി തീർത്തിട്ട് പോകണം. അവിടെ നമ്മൾ ഓവർ ടൈം ജോലി ചെയ്യുക എന്ന് പറയുന്ന പോലത്തെ പ്രോസസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ തന്നിരുന്ന സമയമാണ്. ഇപ്പോഴും എന്നോട് അമ്മ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എന്തിനിങ്ങനെ വാരി വലിച്ച് കഴിക്കുന്നതെന്ന്. കാരണം നമുക്ക് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ആണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടുക. നമുക്ക് കുറച്ച് ഭക്ഷണം കഴിക്കാനുണ്ടാവും, അറിയാമല്ലോ. 10, 14, 15 അല്ലെങ്കിൽ ഒരു 17 വയസ്സ് വരെയൊക്കെയുള്ള ആൺകുട്ടികൾ എന്ന് പറയുന്നത് നല്ല വിശപ്പുണ്ടാവും. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിൽ ഫഹദ് ഫാസിൽ പറഞ്ഞതുപോലെ ഈ പ്രായത്തിൽ ആൺപിള്ളേർക്ക് നല്ല വിശപ്പുണ്ടാവും. പെൺകുട്ടികളുടെ കാര്യം പറയാൻ എനിക്ക് ശാസ്ത്രീയമായ അറിവില്ലാത്തതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പോൾ അങ്ങനെ നല്ല വിശപ്പുണ്ട്, ആഹാരം വീട്ടിൽ നിന്ന് അത്രയും കൊണ്ടുപോകുന്നുണ്ട്, പക്ഷേ കഴിക്കാൻ സമയം കുറച്ചേ ഉള്ളൂ. എന്താ ചെയ്യുക? വാരി വലിച്ച് കഴിക്കുക. ഒരു 5 മിനിറ്റ് ലേറ്റായി കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ പാർട്ട് ടൈമായും അല്ലാതെയും അവിടെ ജോലി ചെയ്യുന്ന സൂപ്പർവൈസർ തസ്തികയിലുള്ള ചേട്ടൻ്റെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. അവൻ ഏതാണ്ട് എൻ്റെ വീട് അവൻ്റെ പേരിൽ എഴുതി കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിലിരിക്കുന്നത് പോലെയാണ് നമ്മളോട് പെരുമാറുക. അപ്പോൾ മാക്സിമം സ്പീഡിൽ ഭക്ഷണം കഴിക്കുക. എനിക്ക് ഇന്ന് വരെ ആ ശീലത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റിയിട്ടില്ല. പിന്നെ ഭക്ഷണം ഞാൻ വളരെയധികം ഇൻട്രസ്റ്റോടുകൂടി കാണുന്ന ഒരാളാണ്. എനിക്ക് ടേസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നല്ല സ്പീഡിൽ കഴിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ഈ ഒരു ഫാക്ടർ എൻ്റെ സ്വഭാവത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഫോം ആയിരിക്കുന്നത് ആദ്യത്തെ ജോലിയിൽ നിന്ന് കിട്ടിയ ഞാനതിനൊരു ദുരനുഭവം എന്ന് തന്നെയാണ് പറയുക. ആളുകൾക്ക് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് അതിന് കൃത്യമായിട്ടുള്ളൊരു സമയം വേണം, അത് കഴിച്ച് തീർക്കാനുള്ള ഒരു സമയം വേണം. നിങ്ങൾക്കത് കിട്ടാറുണ്ടോ? സമയത്തിന് ആഹാരം കഴിക്കാൻ, ആവശ്യത്തിന് ആഹാരം കഴിക്കാൻ, ആരോഗ്യകരമായ രീതിയിൽ ആഹാരം കഴിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ജോലിയാണോ അതോ അടിമപ്പണിയാണോ? രണ്ടാമത് ഞാൻ ജോലിക്ക് കയറുന്നത് ICICI Prudential എന്ന് പറയുന്ന അവരുടെ ഇൻഷുറൻസ് ഏജൻറ്റുമാരെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിച്ച്, അതായത് ആളുകളെ ക്യാൻവാസ് ചെയ്യുക, അവർ വന്ന് IRDA എക്സാം എഴുതുന്നു, അത് എഴുതിയതിന് ശേഷം അവർക്ക് ഇൻഷുറൻസ് സെല് ചെയ്യാം. അപ്പോൾ ഈ ആളുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. പ്രൊജക്ട് ട്രെയിനി എന്നുള്ളൊരു രീതിയിലാണ് എന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് എന്നോടൊപ്പം ജോലി ചെയ്തിരുന്നയാൾ ഇന്ന് കോർപ്പറേറ്റ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് അറിവുകളൊക്കെ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ആദ്യമായി ഈ ഓഫീസ് പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം വരുന്നത്. അതിന് മുമ്പ് വരെ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരും നമ്മുടെ ചേട്ടന്മാരാണ്. ഞാൻ കുറേ പാർട്ട് ടൈം ജോലികൾക്ക് പോയിട്ടുള്ളതിൽ ഈ പുസ്തകങ്ങൾ വിൽക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടിയുണ്ട്. നോട്ടീസ് കൊടുക്കാൻ പോകുക എന്നൊക്കെ പറയുന്ന പോലെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ. നല്ല വെയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും നമ്മളെ കൊണ്ടിറക്കുക, അവിടെ നിർത്തിയിട്ട് അതിലേ പോകുന്ന ആളുകൾക്ക് നോട്ടീസും പുസ്തകങ്ങളും ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത്. അതിലൊരു അഭിമാനകരമായ കാര്യം എന്ന് പറയുന്നത് ഒരിക്കൽ മനോരമയുടെ ഒരു വർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് പുസ്തകങ്ങളാണ് തന്നിരുന്നത് വിൽക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒപ്പം നിന്നിരുന്ന ബാക്കി പയ്യന്മാർ മുഴുവൻ നോട്ടീസ് കൊടുക്കുകയായിരുന്നു. അവരൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനം ഞാൻ വിൽക്കാൻ നിൽക്കുകയാണ്. പക്ഷേ അവരൊക്കെ നോട്ടീസ് തീർക്കുന്നതിന് മുമ്പ് ഞാൻ ആ പുസ്തകങ്ങൾ സെല്ല് ചെയ്ത് തീർത്തിട്ട് അടുത്ത സെറ്റ് തന്നു വിടാമോ എന്ന് ഓഫീസിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്. എനിക്ക് കിട്ടിയിട്ടുള്ള മാർക്കറ്റിങ്ങിലുള്ള കുറച്ച് എക്സ്പീരിയൻസും പിന്നെ നമ്മുടെ ഒരു ഇൻട്രസ്റ്റും പിന്നെ വായി കിടക്കുന്ന നാക്കും. അപ്പോൾ അത്തരം ഒരു സെയിൽസ് പരിപാടിക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് എല്ലാവരും ചേട്ടന്മാരാണ്. നമ്മുടെ മുകളിൽ നിൽക്കുന്ന ആളുകൾ, അവർ നമുക്ക് കൃത്യമായിട്ടുള്ള പൈസ തരുന്നു, അവർ പറയുന്ന പണി നമ്മൾ എടുത്തു കൊടുക്കുന്നു. കൂടുതൽ ആത്മാർത്ഥമായി ചെയ്താൽ കൂടുതൽ പൈസ തരാൻ അവർ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ പോകുന്നു. പക്ഷേ ഒരു കോർപ്പറേറ്റ് കമ്പനി എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ എക്സ്പോഷർ അവിടെയാണ്. അവിടെ എന്നെ ഇൻ്റർവ്യൂ ചെയ്തെടുത്ത ആളെന്ന് പറയുന്നത് ആ ഓഫീസിൻ്റെ മാനേജറാണ്. അയാളുടെ കീഴിൽ മറ്റ് കുറച്ച് മാനേജർമാരുണ്ട്. അതിലൊരു മാനേജറിൻ്റെ കീഴിലേക്കാണ് എന്നെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ആളുണ്ട്, അതിൻ്റെ മുകളിൽ നിൽക്കുന്ന എന്നെ റിക്രൂട്ട് ചെയ്ത ആളുണ്ട്. ഈ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾക്ക് എന്നെ വലിയ കാര്യമാണ്. ഞാൻ കൃത്യമായി പണിയെടുക്കും എന്നുള്ളത് പുള്ളി കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എന്നോട് അദ്ദേഹത്തിന് ഒരു സ്നേഹമുണ്ട്, ഒരു അനിയൻ കൈൻഡ് ഓഫ്. എനിക്കും അങ്ങനെ ഒരു സ്നേഹം അദ്ദേഹത്തിനോട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കുറച്ച് നാളിൽ തന്നെ എൻ്റെ മാനേജർ, അതായത് തൊട്ട് മുകളിൽ നിൽക്കുന്ന മാനേജർ വളരെ വലിയൊരു ഉഴപ്പനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പുള്ളി ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഷോയൊക്കെ കാണിച്ച് പുള്ളിക്ക് കിട്ടുന്ന ടാർഗറ്റ് എന്താണോ അത് നമ്മുടെ മുകളിലേക്ക് വെച്ച് നമ്മളെ മാക്സിമം പ്രഷർ ചെയ്ത് വേഗം കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കിയിട്ട് വരെ അവിടേക്ക് ഒരാളെ റിക്രൂട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. എന്നാൽ ഇതെങ്ങനെയാണ് ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു സെയിൽ അല്ലെങ്കിൽ ഒരാളെ കൺവിൻസ് ചെയ്ത് ആ സെയിൽ ക്ലോസ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതിൻ്റെ ഒരു ട്രെയിനിങ് എനിക്ക് കിട്ടുന്നില്ല. ഇയാൾ പോയി മീറ്റ് ചെയ്യുന്ന ഒരാളെ പോലും കാണാൻ എന്നെ കൂടെ വിടുന്നില്ല. അതേസമയം തൊട്ടപ്പുറത്തുള്ള മാനേജർമാരെ ഞാൻ കാണുന്നുണ്ട്. അതിൽ ചില മാനേജർമാരൊക്കെ അവരുടെ കീഴിൽ വന്ന ആളുകളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് കൂടെ കൊണ്ട് നടന്ന എന്താണ് പരിപാടി എന്നുള്ളത് പറഞ്ഞു പഠിപ്പിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ മാനേജർ ഉഴപ്പായിരുന്നു. അപ്പോൾ ഈ കോർപ്പറേറ്റ് സിസ്റ്റത്തിലുള്ള ഒരു കുഴപ്പം ഈ ഹൈറാർക്കിയാണ്. എന്നെ പഠിപ്പിക്കാനും കൂടെ കൊണ്ടുനടന്ന് വളർത്തിയെടുക്കാനും ഒക്കെ പറ്റുന്ന ഒരാൾ തലയ്ക്ക് മുകളിലുണ്ട്. പക്ഷേ അയാൾ അത് ചെയ്യുന്നില്ല. അയാൾക്ക് കിട്ടുന്ന പ്രഷർ മുഴുവൻ എൻ്റെ തലയിലേക്ക് വെക്കുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ തൊട്ട് മുകളിലുള്ള മാനേജറെ ഓവർടേക്ക് ചെയ്ത് അതിന് മുകളിലുള്ള ആളോട് പരാതി പറയുമോ? അതോ അങ്ങനെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അയാൾ നമ്മളെ ചവിട്ടും എന്ന് കരുതി പേടിച്ചിരിക്കുകയാണോ ചെയ്യുന്നത്? ഇതേ കാര്യം, ഈ എക്സാക്റ്റ് കാര്യം
12 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ തൊട്ട് മുകളിൽ നിൽക്കുന്ന മാനേജറിനെ കുറിച്ചുള്ള പരാതി മുകളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുന്ന് ഒരു പ്രശ്നമായിട്ട് വരുമോ എന്നുള്ളത്. അതിൻ്റെ പേരിൽ ഈ തൊട്ട് മുകളിൽ നിൽക്കുന്ന മാനേജറുടെ ചവിട്ടും കുത്തുമൊക്കെ സഹിക്കുന്ന ഒരടിമയാണോ നിങ്ങളും? ഇതിലേറ്റവും സങ്കടകരമായൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ചവിട്ടി കുത്തി പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന, സ്വയം വലിയ കാര്യമായി പണിയൊന്നും എടുക്കാത്ത, വെറും ഷോ കാണിച്ച് നടക്കുന്ന മാനേജർമാരുണ്ടല്ലോ, അവർക്ക് കമ്പനികളുടെ മുമ്പിൽ നല്ല പേരായിരിക്കും. മാത്രമല്ല അവർ ഈ കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ അവരുടെ അധികാരമാണ് എന്നുള്ളത് അവരുടെ കീഴിൽ നിൽക്കുന്ന ആളുകൾ വിശ്വസിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ ഒരു റേഡിയോ കരിയറിൻ്റെ അവസാന ഭാഗത്തേക്കൊക്കെ എത്തുന്ന സമയത്താണ്, അത് അവസാനിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരിക്കൽ റേഡിയോ ജോക്കിയായി തന്നെ തുടരണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ നിലവിൽ ഒരു പോസ് വന്നിരിക്കുകയാണ് ആ ഒരു കരിയറിന്. അപ്പോൾ ആ ഒരു എൻ പോയിന്റ് വരെയും നമുക്ക് മുകളിൽ നിൽക്കുന്ന മാനേജറിന് മുകളിലും ആളുകളുണ്ട്, അവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും, നല്ലൊരു മെയിൽ അയക്കാൻ പഠിച്ചാൽ മതി എന്നൊരു സിമ്പിൾ കാര്യമുണ്ട്. പക്ഷേ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും അപ്ഡേറ്റഡ് ആവുന്നില്ല എന്നുള്ളതാണ്. നല്ല ലാംഗ്വേജിൽ നല്ല കൃത്യമായിട്ട് മെയിൽ അയക്കാൻ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? നിങ്ങളൊരു കോർപ്പറേറ്റ് സെക്ടറിൽ, IT സെക്ടറിൽ അല്ലെങ്കിൽ മറ്റേത് സെക്ടറിലും ആയിക്കോട്ടെ, ഒരു കോർപ്പറേറ്റ് വാല്യൂസ് ഒക്കെ ഉള്ള ഒരു അല്ലെങ്കിൽ ആ ഒരു ഹൈറാർക്കി പിന്തുടരുന്ന ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ ഏത് മുകളിലേക്കുള്ള ആളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെന്നും അതിനുപയോഗിക്കേണ്ട ഭാഷയും അതിന് വേണ്ടുന്ന ഒരു ഒഫീഷ്യൽ മെയിൽ അയക്കാനുള്ള ഒരു പ്രൊവിഷൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനി അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ അതൊരു ആവശ്യമായി തോന്നാത്തതും അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ പ്രശ്നമുണ്ടാവും എന്ന് പറയുന്നൊരു തോന്നലും അതൊക്കെ അടിമത്തത്തിൻ്റെ ലക്ഷണമല്ലേ? അവിടെ നിന്ന് ഞാൻ റേഡിയോ മാംഗോയിൽ ജോയിൻ ചെയ്തു. മലയാള മനോരമയുടെ റേഡിയോ സ്റ്റേഷനാണ്. അവിടെ ജോലി ചെയ്തതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ എൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവെന്ന് പറയുന്നത്, നിങ്ങൾ ഓവർ ടൈം ജോലി ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ ഓവറാക്കുന്നതാണ്. കാരണം വളരെ സിമ്പിളാണ്. അവിടെ ഒരുപാട് പറഞ്ഞു കേൾക്കുന്ന ഒരു ഉദാഹരണം, അവിടെ ഓഫീസിനകത്തൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ ഒരു കമ്പനി ഒരു ജോലിക്ക് എടുക്കുന്നു, നിങ്ങൾക്കൊരു ജോലി ചെയ്ത് തീർക്കാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി അവരെടുക്കുന്നു. ഒരു ദിവസം ആ ജോലിയുടെ ഇത്ര ഭാഗം നിങ്ങൾ തീർക്കണം. ഒരു മാസം മുഴുവൻ നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ അതിൽ ഒരു ദിവസം നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടത് ഇത്ര ജോലിയാണ്. ആ ജോലി നിങ്ങൾക്ക് ചെയ്യാൻ കഴിവുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് നിങ്ങളെ അവിടെ ഹയർ ചെയ്തിരിക്കുന്നത്. ആ ജോലി ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ചെയ്ത് തീർക്കുന്നില്ലെങ്കിൽ 3 കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ആ ജോലി ആ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാനുള്ള കഴിവില്ല, നിങ്ങൾ ആ ജോലി ചെയ്യേണ്ട ആളല്ല. 2, ആ കമ്പനിയോ അല്ലെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആളോ നിങ്ങൾക്ക് ഓവറായി ഡ്യൂട്ടി തന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 3, ജോലി ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ജോലി ചെയ്യാതെ വേറെ പല പരിപാടികൾക്കും പോയിട്ട്, ഇപ്പം ഓഫീസിലൊക്കെ പോയി നമ്മൾ ചായ കുടിക്കാൻ പോകും, ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിലേ ഇങ്ങനെ കറങ്ങി അടിച്ചൊക്കെ നടന്ന് അവിടെ പോയി ഇവിടെ പോയി അവരോട് കൈ കാണിച്ചൊക്കെ തിരിച്ചു വന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ ജോലി തീർന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഓവർ ടൈം ഇരുന്ന് ജോലി ചെയ്യേണ്ടി വരും. ഈ 3 കാരണങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കും. അപ്പം ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ അവിടെ നിന്ന് എന്നോട് പറഞ്ഞിരുന്നത്, നിനക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ജോലിയെ നിനക്ക് തരുന്നുള്ളൂ, നിനക്കത് കൃത്യസമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുകയും ചെയ്യും. എന്നിട്ട് നീ അത് തീർക്കുന്നില്ലെങ്കിൽ, നീ ഓവർ ടൈം ഇരിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ നീ ഇവിടെ ആരെയും ഇമ്പ്രസ് ചെയ്യാനൊന്നും പോകുന്നില്ല. നീ നിൻ്റെ ജോലി ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ ഉഴപ്പി നടന്നതുകൊണ്ടാണ് ഇപ്പോൾ പണിയെടുക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ഓവർ ടൈം ജോലി ചെയ്യാറുണ്ടോ? എന്ത് കാരണം കൊണ്ടാണ്? ഈ പറഞ്ഞ 3 കാരണങ്ങളിൽ ഏത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഓവർ ടൈം ചെയ്യേണ്ടി വരുന്നത്? നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണോ? ജോലി സമയത്ത് ഉഴപ്പി നടന്നിട്ട് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി, ഒരു കയ്യടി വാങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ഉഴപ്പിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയാണോ നിങ്ങൾ ഓവർ ടൈം ചെയ്യുന്നത്? അതോ നിങ്ങൾ ചെയ്യേണ്ടുന്നതല്ലാത്ത ഒരു ജോലി അടിച്ചേൽപ്പിച്ച് നിങ്ങളവിടെ ഓവർ ടൈം ഇരുത്തുന്നതാണോ? പോട്ടെ, ഓവർ ടൈം നമ്മൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുകയും നമ്മളത് ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ വരുമാനമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ആ ജോലി നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? ഇത് പറയുമ്പോൾ, ഇത് ചോദിക്കുമ്പോൾ എനിക്കറിയാം ഈ പറയുന്ന ടൈം ലിമിറ്റിനുള്ളിൽ നിൽക്കുന്നതല്ലാത്ത വേറെ പലതരത്തിലുള്ള ജോലികളുണ്ട്. ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുന്ന അയാൾക്കൊരു കൃത്യമായ സമയം വെച്ചൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് എപ്പോഴാണോ അയാളുടെ ഉള്ളിൽ ആ ഒരു ക്രിയേറ്റീവ് ഫ്ലോ ഉണ്ടാകുന്നത് അപ്പോഴായിരിക്കും ചെയ്യാൻ പറ്റുക. ഞാൻ അല്ലാതെയുള്ള ജോലികളാണ് ചോദിക്കുന്നത്. എൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു തിരിച്ചറിവായിരുന്നു അത്. എന്നിട്ടും ഞാൻ അടുത്ത കമ്പനിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ ഓവർ ടൈം ഇരുത്തുന്നത് എന്തോ ഒരു വലിയ നേട്ടം പോലെ കരുതുന്ന ആളുകളുണ്ടായിരുന്നു. 6 മണി സമയത്ത് റേഡിയോ സ്റ്റേഷനിൽ 6 മണി 6:30 ആകുമ്പോൾ റേഡിയോ സ്റ്റേഷനിൽ എത്തുന്നത് ഞാൻ രാത്രി ഒരു 7 മണി 8 മണി 9 മണി സമയമാകുമ്പോഴാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത്. ആദ്യമൊന്നും എനിക്കിത് കുഴപ്പമായിരുന്നില്ല. ഞാനൊരു ബാച്ചലറായിട്ട് ജീവിക്കുന്നു, എനിക്ക് വേറെ എക്സ്ട്രാ പരിപാടികളൊന്നും ഫീൽ ചെയ്യുന്നില്ല, ഞാൻ വേറൊരു നഗരത്തിലാണുള്ളത്. അപ്പോൾ എനിക്കങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ള തോന്നല് അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകണം. നിങ്ങൾക്ക് സ്വന്തമായി ജീവിതമുണ്ട്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളുണ്ടാവാം. അങ്ങനെ ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് അപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുകയും വേണം. സന്തോഷം, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. സന്തോഷം, സമാധാനം എന്നുള്ളത് ഒരേ രീതിയിൽ ഒരേ കാര്യം തന്നെ ഒത്തിരി നേരം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കില്ലേ എന്ന് പറയുന്ന പോലെ നമുക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടാവണം. അങ്ങനെ ഉണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ശരിക്കൊന്ന് ആലോചിക്കണം. എനിക്കിങ്ങനെ ജോലികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്.
ഒരു സമയത്ത് നമ്മൾ തിരിച്ചു ചോദിക്കുമല്ലോ, ഈ ജോലിയൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യമുണ്ട്, ഇത്രയും ജോലി എനിക്കുണ്ട്, ഞാൻ ചുറ്റും നോക്കുമ്പോൾ അത്രയും ജോലി വേറെ ആർക്കും കാണുന്നില്ല. ആദ്യമൊക്കെ ചെറിയ രീതിയിൽ പ്രതിഷേധിച്ച് പിന്നെ വലിയ രീതിയിൽ പ്രതിഷേധിച്ച് അവസാനം ഞാൻ ഒരുപാട് മുകളിലേക്ക് അന്വേഷിച്ച് പോവേണ്ടി വന്നു. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ പകുതിയിലധികം ജോലികൾ ഞാൻ ചെയ്യേണ്ടതല്ല എന്നൊരു തിരിച്ചറിവിലേക്ക് എത്താൻ വേണ്ടി. നിങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ടോ നിങ്ങളുടെ ഒരു KRA അല്ലെങ്കിൽ നിങ്ങളൊരു ഓഫീസിൽ, നിങ്ങൾ ഭാഗമായിരിക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ജോലികൾ ഏതൊക്കെയാണ്, നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ജോലികൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ രാവിലെ ഓ അമ്പ്ര എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് നിൽക്കുകയും തമ്പ്രാൻ പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ തമ്പ്രാൻ പറഞ്ഞാൽ ഊണും ഉറക്കമില്ലാതെ പണിയെടുക്കുന്ന ഒരു അടിമയായി നിങ്ങൾ മാറുന്നുണ്ടോ? പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പണി കിട്ടുക അല്ലെങ്കിൽ ഒരു പണി നേടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മൾ ജീവിക്കാൻ നമുക്ക് പണം ആവശ്യമാണ്, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ജോലി കണ്ടെത്തണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം നമ്മൾ ആരംഭിക്കണം, അല്ലെങ്കിൽ സ്വന്തമായി പണം ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ, ലീഗലായി പണം ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കിട്ടേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ജോലിയായിട്ട് കിട്ടണം, മാസം കൃത്യമായൊരു ശമ്പളം കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ ടാർഗറ്റായിട്ട് മാറുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പലപ്പോഴും ഈ ക്രിയേറ്റീവായിട്ട് ജോലി ചെയ്യുന്ന, ഇപ്പോൾ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു വീഡിയോ എഡിറ്ററായിട്ട് സ്വയം ഒന്ന് എസ്റ്റാബ്ലിഷ് ആവുക, ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് എനിക്ക് ഇത്ര രൂപ വേണം എന്ന് പറയുക എന്ന് പറയുന്നത്, അത്തരം ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്നത്, നിങ്ങൾ ചിലപ്പോൾ ഒരു സൗണ്ട് ഡബ് ചെയ്യുന്ന ഒരാളായിരിക്കും, നിങ്ങളൊരു അഭിനേതാവായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്രയാണ് റേറ്റ് പറയേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങളുടെ റേറ്റ് കൂട്ടാൻ നിങ്ങൾക്ക് പറ്റുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, ഇതൊരു വലിയ കൺഫ്യൂഷനാണ്. ഞാനിതൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ വർക്കിന് ഒരു റേറ്റ് കൊടുക്കാൻ നമുക്കൊരു മടിയുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വർക്ക് മിസ്സായാലോ എന്ന് വിചാരിച്ച് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് ആ ജോലി ഏറ്റെടുക്കാൻ തയ്യാറാവും. പലപ്പോഴും ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചില വർക്കൊന്നും നമുക്ക് വരില്ല, കാര്യം ഫ്രീ ആയിട്ട് ഇത് ചെയ്തു കൊടുക്കാൻ ഇപ്പോൾ ആളുകൾ റെഡിയാണ്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെയ്യുന്ന വർക്കിൻ്റെ വാല്യൂ വർക്ക് തരുന്ന ആളുകൾ കാണിക്കില്ല. ഒരു ഓഫീസിലേക്ക് ഒരു ക്ലർക്കിൻ്റെ ആവശ്യമുണ്ട്, ആ ജോലി കിട്ടാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറായി ആളുകൾ വരികയാണെങ്കിൽ, ഒരു ക്ലർക്ക് ചെയ്യുന്ന ജോലിയെ ആ ഓഫീസിലുള്ളവരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും വളരെ ചെറിയ രീതിയിലേ നോക്കി കാണുള്ളൂ. കാര്യം ഇത് ചെയ്യാൻ ആരെ വേണമെങ്കിലും കിട്ടും എന്ന് പറയുന്ന പോലത്തെ ഒരു ചിന്ത അവിടെ വരും. ഞാൻ ഇന്നും ഏറ്റവും സങ്കടത്തോടെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഞാൻ ജോലി ചെയ്തൊരു സ്ഥാപനത്തിൽ അവിടെ ക്ലീനിങ്ങിനൊക്കെ വരുന്ന സ്റ്റാഫിൻ്റെ സാലറി 6000 രൂപയാണ് എന്നറിഞ്ഞപ്പോഴാണ്. എന്താണ് അതിലൊരു കുഴപ്പമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. ബസ്സിൽ 15 രൂപ വൺ സൈഡ് പൈസ കൊടുക്കേണ്ട ഒരാൾ, അയാൾ ഒരു ദിവസം 30 രൂപ ബസ് കാശ് കൊടുക്കണം. 30 രൂപ വെച്ച് 30 ദിവസം അയാൾ പോയി വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഞായറാഴ്ച ഒരു 4 ദിവസം കുറച്ചോളം, എന്നാലും ഒരു 900 രൂപയോളം വരും. പോട്ടെ, 800 രൂപ വരും. വാടക കൊടുക്കാനുള്ള പൈസ, ആഹാരം കഴിക്കാനുള്ള പൈസ. ഇനി ഇത് മാത്രം മതിയോ? അവർ നല്ല വസ്ത്രം ധരിച്ച് വരണ്ടേ, ആ വസ്ത്രം കഴുകാൻ സോപ്പൊടി വേണ്ടേ, അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടേ, ജോലിക്ക് വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് പോകാൻ, അല്ലെങ്കിൽ ബന്ധുക്കളോടൊപ്പം ഒരു ആഘോഷ ദിവസം, അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടുന്നു, കുറച്ചധികം ചോറ് വെക്കണമെങ്കിൽ അരി വാങ്ങണ്ടേ കൂട്ടുകാരാ, അതിന് പോലെയുള്ള സാഹചര്യമില്ല. പക്ഷേ ആ ജോലി ചെയ്യാൻ, ആ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ ഇവിടെ ആളുകൾ കിട്ടുന്നുണ്ട്. ആ ജോലി ചെയ്യാൻ അയാൾ ഇടുന്ന ഒരു എഫേർട്ടിനെ അതിനെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടേ നമ്മൾ കൂലി നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുകയും, ഈ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ നഷ്ടം, ഒരു വലിയ കുഴിയിലേക്ക് നമ്മൾ വീഴാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു ചിന്തയും കൂടി ആകുമ്പോൾ, നമ്മൾ അടിമപ്പണിയാണെന്ന് തിരിച്ചറിഞ്ഞാലും ചിലപ്പോൾ ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറാവും. ജോലി ഭാരം കാരണം, അതുണ്ടാക്കുന്ന സ്ട്രെസ്സ് കാരണം ആളുകൾ മരിക്കുക, ആത്മഹത്യ ചെയ്യുക എന്നൊക്കെയുള്ള സിറ്റുവേഷൻസിനൊരു മാറ്റം വരാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അതൊരിക്കലും ഒരാളുടെ പെരുമാറ്റത്തിൽ നിന്നോ ഒരു കമ്പനിയുടെ മാത്രം ആറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ടോ സംഭവിക്കില്ല. ഒന്നാമത്തെ കാര്യം, നിയമപരമായി ഈ ജോലിക്ക് ഒരു സംരക്ഷണം ഉണ്ടാവണം. ഈ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിയമം അനുശാസിക്കുന്ന അവകാശങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പറ്റുന്നൊരു സിസ്റ്റം വേണം. ജോലി ചെയ്യുന്നവർ അടിമകളല്ല എന്ന് തൊഴിലുടമകളെ കൂടി പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ ഇവിടെ വളരെ ശക്തമായ നിയമവും അതിനനുസരിച്ചുള്ള ബോധവൽക്കരണവും വേണം. സംഘടനകൾ ഉണ്ടാവണം. ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന, ഫേസ്ബുക്കിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചെയ്യുന്നതിനോട് സിമിലറായി ജോലി ചെയ്യുന്നയാൾ എന്നുള്ള നിലയ്ക്ക് ആ സിമിലറായി ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു സംഘടന ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. IT സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ IT സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതൽ മനസ്സിലാക്കാനും അതിനുവേണ്ടി ഒരുമിച്ച് പോരാടാനുള്ളൊരു മനസ്സുമൊക്കെ ഉണ്ടാവുക. പത്രപ്രവർത്തകരുടേതായിട്ടുള്ള സംഘടനയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടേതായിട്ടുള്ള സംഘടനയാണ് ആവശ്യം. അങ്ങനെ ചെയ്യുന്ന ജോലി, അങ്ങോട്ട് ചെന്ന് പണി ചെയ്യാത്തവർക്ക് ശമ്പളം കൊടുക്കണം സാർ എന്ന് പറയുന്ന പോലത്തെ നിയമങ്ങളല്ല പറയുന്നത്.
ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർ ചെയ്യുന്നത് അടിമപ്പണിയല്ലെന്നും അതൊരു ജോലിയാണെന്നും അവർക്ക് കിട്ടുകയും അവർ കൊടുക്കേണ്ടതുമായ ബഹുമാനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെന്നും ആ ബഹുമാനം പരസ്പരം ഫീൽ ചെയ്യേണ്ടതാണെന്നും എന്നൊക്കെ മനസ്സിലാക്കുന്ന, അവരുടെ പ്രശ്നങ്ങളെ കുറച്ചുകൂടി ഒച്ചത്തിൽ അവതരിപ്പിക്കുന്ന, ചെയ്യുന്ന ജോലിയും അതിൻ്റെ സാഹചര്യവും അതിൻ്റെ രീതിയും എങ്ങനെയായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന, അങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാവാത്തിടത്തോളം ജോലി ഭാരം കൊണ്ട് മാനസികവും ശാരീരികവുമായി തളർന്നു പോകുന്ന, മരിച്ചു പോകുന്ന ആളുകൾ, ചത്തു വീഴുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. കാരണം ഇവിടെ കുറേ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഒരുപാട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ എന്നെ കമ്പനി ഒരുപാടങ്ങ് സ്നേഹിക്കും എന്നൊക്കെയാണ്. നിങ്ങളൊരു സുപ്രഭാതത്തിൽ ഈ ജോലി ചെയ്യാൻ ഫിറ്റല്ല, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ ഇതേ ജോലി ചെയ്യുന്ന മറ്റൊരാളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കമ്പനി നിങ്ങളോട് കാണിക്കുന്ന സ്നേഹമൊക്കെ അങ്ങ് പോകും. വളരെ കുറച്ച് കമ്പനികൾക്ക് മാത്രമാണ് അതല്ലാത്ത പോളിസികളുള്ളത്. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന കമ്പനികളും പ്രൈവറ്റ് കമ്പനികൾ, അവർക്ക് നിങ്ങൾ വർക്ക് ചെയ്യുമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ അവർ പറയുന്ന അനുസരിച്ച് വർക്ക് ചെയ്യുമെങ്കിൽ മാത്രം നിങ്ങളെ മതി. അങ്ങനെയല്ല, നമ്മൾക്ക് തോന്നിയ പോലെ ജോലിയുള്ളൂ എന്നുള്ളതല്ല. ഒരു ജോലി അതിങ്ങനെയാണ് ചെയ്തു തീർക്കേണ്ടത്, ഇതൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ് എന്ന് ആദ്യം മുതലേ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ആളുകളെ ജോലിക്കെടുക്കുകയും ആളുകൾ അത് അംഗീകരിക്കുകയും അതിനെ അതുപോലെ പിന്തുടരുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇവിടെ ആവശ്യമാണ്. ആൻഡ് എബവ് ഓൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പണിയെടുക്കുകയാണോ അടിമപ്പണി എടുക്കുകയാണോ എന്നുള്ളതാണ്. ഞാൻ എൻ്റെ സ്ഥിരം ശമ്പളം കിട്ടുന്ന ജോലിയിൽ നിന്ന് മാറി സോഷ്യൽ മീഡിയയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാം എന്ന് തീരുമാനിച്ചപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ട കുറച്ച് മുൻകരുതലുകളുണ്ട്. നിങ്ങൾ ആദ്യം ഒരു ഇൻഷുറൻസ് എടുക്കുക, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക, ഡെത്ത് ഇൻഷുറൻസ് എടുക്കുക. പിന്നെ ഒരു ചെറിയ ഫണ്ട് നിങ്ങളുടെ ഒരു സേവിങ്സ് ആയിട്ടുണ്ടാവുക. അടുത്തൊരു 6 മാസം നിങ്ങൾക്ക് ജോലി ഇല്ലാതായാലും, നിങ്ങൾക്ക് വരുമാനമൊന്നും കിട്ടിയില്ലെങ്കിലും സർവൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ബാക്കപ്പ് അക്കൗണ്ട് ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം. ഇത്രയും കാര്യം റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റും. നമുക്കിവിടെ ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ ഈ സാധ്യതകളൊന്നും, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷ സാധ്യതകളും ഇവിടെ ഉപയോഗിക്കപ്പെടുന്നില്ല. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ ഗോൾസ് എന്താണ്? പണം ഉണ്ടാക്കുക, ശരി. ടൈം ഫ്രീഡം ഉണ്ടാവുക, ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാൻ പറ്റുക. അത് റിട്ടയർ ആകുമ്പോഴാണ് പല ആളുകളും കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ശരിക്കുള്ള ഗോൾ എന്താണ്? ലൈഫിലെ ഗോൾ. അത് അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ അച്ചീവ്മെൻറ്റിലേക്കുള്ളൊരു യാത്രയ്ക്ക് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഹാപ്പിയായിട്ട്, സമാധാനമായിട്ട്, പ്രിയപ്പെട്ടവരോടൊപ്പം കുറച്ച് സമയം, ഓഫീസ് കോൾ, ഓഫീസ് മെയിൽ, അത് ഇത് ആ ജോലി കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിയതിന് ശേഷവും ആ ജോലി നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുക എന്ന് പറയുമ്പോൾ അതിലെന്തോ കുഴപ്പമില്ലേ? ഒരല്പസമയം പോലും നമുക്ക് സന്തോഷമായി സമാധാനമായിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചു? നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹോബിക്ക് വേണ്ടി നിങ്ങളൊരു ദിവസം എത്ര സമയം മാറ്റി വെക്കുന്നുണ്ട്? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്? കൂട്ടുകാരി, ഞാൻ സിമ്പിളായിട്ട് ചോദിക്കട്ടെ, നീ ഹാപ്പിയാണോ? ആ ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ പിന്നൊന്നും പ്രശ്നമില്ല, ബാക്കിയൊക്കെ സെറ്റാണ്. ആ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം സന്തോഷമായിരിക്കണം. നിങ്ങളുടെ മാത്രം. ഹാപ്പിയാണോ? താങ്ക് യു സോ മച്ച്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വലിയ മാറ്റങ്ങളും വിപ്ലവങ്ങളും ഉണ്ടാക്കാൻ പോകുന്നതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ചിന്തകൾക്ക് ഊർജ്ജം പകരാൻ പറ്റുന്ന എന്തെങ്കിലും തരണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു വലിയ സൊല്യൂഷൻ, വലിയൊരു വിപ്ലവം എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ ചിന്തകൾ ഇങ്ങനെ തീ പിടിച്ച് നിൽക്കുക. തീ പിടിക്കുന്ന ചിന്തകൾ ഉണ്ടാവുക എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.